രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. വത്തീൻ റെസ്റ്റോറന്റ്, കുളപ്പറമ്പ്, വാണിമേൽ. കഴിഞ്ഞ ദിവസം വേദി 4 അതിരാണിയിൽ അരങ്ങേറിയ നാടകത്തിലെ 1ാം സ്ഥാനം നേടിയ കല്ലാച്ചി ഗവൺമെൻറ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ടീച്ചേഴ്സുമാണ് നമ്മോടൊപ്പമുള്ളത്. തിരുത്ത് എന്ന നാടകത്തിലെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് ടീച്ചേഴ്സിനോടും വിദ്യാർത്ഥികളോടും ചോദിച്ചറിയാം. ടീച്ചർ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കലോത്സവത്തിലെ ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു നാടകത്തിന്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് നാടകവും സ്കിറ്റും കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കൂളിൽ സാധാരണ പുറത്തുനിന്ന് പൈസ കൊടുത്ത ആളെയൊന്നും വിളിക്കാറില്ല. ഞാനും കുട്ടികളും തന്നെയാണ് ഈ നാടകം. ശരിക്കും ഞാൻ മാത്രമല്ല, ഞാനും കുട്ടികളും കൂടിയാണ് ഇതിൻ്റെ ആശയം രൂപപ്പെടുത്തുന്നതും. ഞങ്ങൾ ചർച്ചകളിലൂടെയാണ് ഇത് ഉണ്ടാവുന്നത്. ഞങ്ങൾ കളിച്ചാണ് ഇത് നാടകമായി മാറുന്നത്. അപ്പോൾ മറ്റുള്ള നാടകങ്ങളെ അപേക്ഷിച്ച് ഇത് നിങ്ങൾ തന്നെ ചെയ്ത ഒരു നാടകമാണ് അല്ലേ? സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്റ്റിങ്ങും ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലുള്ള ഒരു പരിചയം ഇതിൽ ഗുണകരമായി മാറിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇങ്ങനെ നാടകം ചെയ്യുമ്പോൾ കുട്ടികളും കൂടെ അതിൻ്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ അവർക്ക് അതിലൂടെ ഉണ്ടാകുന്ന വ്യക്തിത്വ വികസനവും വളർച്ചയൊക്കെ ഒരുപാടാണ്. കാരണം അവർ ഓരോരുത്തരും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് സ്ക്രിപ്റ്റ് രചനയിലും സംവിധാനത്തിലും അതിൻ്റെ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കുന്നതിലും എല്ലാത്തിലും ഇവരെല്ലാവരും ഇൻവോൾവാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് ഒരു 2 മാസം സ്കൂളിൽ തന്നെ താമസിക്കുക എന്ന് പറയും. 2 മാസമായി ഞങ്ങൾ വീട്ടിലിരുന്നിട്ടേ ഇല്ല. അപ്പോൾ ഇവർ ഓരോ കുട്ടികളും അതിൽ ഇൻവോൾവാണ്. കുട്ടികളിൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിലുള്ള കുട്ടികളുടെ ഇടയിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് സപ്പോർട്ടിസം വർദ്ധിക്കും എന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. കാരണം ഇവർ 10 പേരും പിന്നെ സ്കിറ്റിലുണ്ടായിരുന്ന 2 കുട്ടികൾ നമ്മുടെ കൂടെ ഇല്ല. ഇപ്പോൾ അവരിന്ന് ഇവിടെ ഇല്ല. അപ്പോൾ ഇവർ മാത്രമല്ല, സ്കൂളിലെ ഒരുപാട് കുട്ടികൾ, അതായത് നമ്മുടെ സെറ്റ് പെയിൻ്റ് അടിക്കാനും നമ്മുടെ പാട്ട് പാടാനും നമ്മുടെ കൂടെ ഇവിടെ സാധനങ്ങൾ എത്തിക്കാനൊക്കെ സ്കൂളിലെ എല്ലാ കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, കുട്ടികളും അധ്യാപകരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ ഈ നാടകത്തിലെ ബെസ്റ്റ് ആക്ടർ പദവി നേടിയ ശ്രീദേവ്, നിനക്ക് എന്താ പറയാനുള്ളത്? ടീച്ചറുടെ ഹാർഡ് വർക്ക് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ടീച്ചർ തന്നെയാണ് എനിക്ക് മൊത്തം കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ എക്സ്പ്രഷനും ഡയലോഗ്സ് ഫുള്ളും ടീച്ചർ കാണിച്ചു തന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത്ര മുൻ വർഷങ്ങളിലൊരു പരിചയം ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ട്? സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, പക്ഷേ നാടകത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ്? ആദ്യം തന്നെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ പേടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അത് ചെറുങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ പിന്നെ ഫുള്ളങ്ങ് മാറിപ്പോയി. നാടകങ്ങൾക്ക് പുറമെ സ്കിറ്റിലും മുൻ വർഷങ്ങളിലും ഇപ്രാവശ്യവും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു സ്കൂൾ തന്നെയാണ് കല്ലാച്ചി ഗവൺമെൻറ് ഹൈസ്കൂൾ. സ്കിറ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും നമുക്ക് ടീച്ചറിൽ നിന്നും ചോദിച്ചറിയാം. സ്കിറ്റിനെ പറ്റി ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ഈ വർഷത്തെ ഞങ്ങളുടെ സ്കിറ്റ് അപ്രീസിയേഷനെ കുറിച്ചുള്ളതായിരുന്നു. ചെറിയ അഭിനന്ദനങ്ങൾ, അപ്രീസിയേഷൻസ് ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതായിരുന്നു ആ സ്കിറ്റിൻ്റെ ഒരു തീം. സ്കിറ്റ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ ഗ്രാമീണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവർ. പക്ഷെ ഇവർ മനോഹരമായി ഇംഗ്ലീഷിൽ സ്കിറ്റ് അവതരിപ്പിക്കുകയും ഒരു വർഷം ഞങ്ങൾ സംസ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്രീസിയേഷൻ ഒരാൾക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷനല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് അപ്രീസിയേഷൻ കൊടുക്കണമെന്നുള്ളൊരു ഒരു പാഠം കൂടി മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ പാഠം. അതായത് പലപ്പോഴും ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അക്കാദമിക കാര്യങ്ങളിൽ മാത്രമായി പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അധ്യാപകരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അഭിനന്ദനം, നമുക്ക് ചിലവില്ലാത്ത ഒരു ചെറിയൊരു അഭിനന്ദനം കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ തന്നെ അതിന് ചിലപ്പോൾ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഞങ്ങൾ ഈ സ്കിറ്റിലൂടെ പറയാൻ ശ്രമിച്ചത്. അതെ, ചെറിയൊരു അപ്രീസിയേഷൻ കാരണം നമുക്ക് ഈ ഒരു ചെറിയ കുട്ടിയെ പോലും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. സബ് ജില്ലയെ പോലെ തന്നെ തിരുത്ത് എന്ന നാടകം ജില്ലയിലും 1ാം സ്ഥാനം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മീഡിയ വിഷന് വേണ്ടി ക്യാമറമാൻ അശ്വന്തിനൊപ്പം ആദിരാജ്.
കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി ചീത്തകൾ കുത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വെടുപ്പെടുന്നു കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ പൊന്നു പുലരിയുണർന്നിരിച്ചു ചെന്നു കിഴക്കുതീ പൂട്ടിടുമ്പോൾ. ശകുന്തള നാടകത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉടൻ തന്നെ സ്റ്റേഷന് പിന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
വീണ്ടും തെറ്റിയൊന്നെത്തിയതാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് നിങ്ങൾ മറന്നുപോയി. തെറ്റായിപ്പോയി. വളരെ തെറ്റായിപ്പോയി. മനസ്സുണ്ടെങ്കിൽ, മനസ്സാക്ഷിയുണ്ടെങ്കിൽ ഏത് തെറ്റുണ്ടെങ്കിൽ ഇനിയും തിരുത്താം.